ഹലോ കൂട്ടുകാരെ, എക്സ്ട്രാ ടിക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ അങ്ങനെ എല്ലാവരും ഹാപ്പി അല്ലേ? നമ്മൾ ഇന്ന് എക്സ്ട്രാ ടിക്കറ്റിലൂടെ കാണാൻ പോകുന്നത് 2010 പുറത്തിറങ്ങിയ വളരെ മികച്ചൊരു കൊറിയൻ ത്രില്ലർ ആയ ബെഡെവിൽഡ് എന്ന മൂവിയാണ്. നമ്മുടെ ചാനലിൽ ആദ്യമായി അപ്ലോഡ് ചെയ്യുന്ന കൊറിയൻ ചിത്രം എന്നതിനപ്പുറം നല്ല പ്രേക്ഷക ശ്രദ്ധ നേടി നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു ചിത്രം കൂടിയാണിത്. സോ ഒരു മുൻധാരണയും കൂടാതെയാണ് നമ്മൾ ഈ കഥ കേൾക്കാൻ പോകുന്നത്. അപ്പോ നമ്മൾ ഈ സിനിമക്കുള്ളിലേക്ക് കടക്കുകയല്ലേ. ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് തിരക്കുള്ള ഒരു സ്ട്രീറ്റ് ആണ്. അവിടെ നമ്മുടെ നായിക ട്രാഫിക് ബ്ലോക്കിനെ തുടർന്ന് കാർ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഒരു സൈഡിലായി രണ്ടുപേർ ചേർന്ന് ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് കാണുന്നു. അവിടെയുള്ള ആളുകളെല്ലാം അത് കാണുന്നുണ്ടെങ്കിലും ആരും ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നില്ല. അതുപോലെ നായികയുടെ കാറിനടുത്ത് വന്ന് ആ പെൺകുട്ടി കരയുമ്പോൾ അവൾ കാറിന്റെ വിൻഡോസ് ക്ലോസ് ചെയ്യുന്നു. ഇതിനുശേഷം നമ്മൾ കാണുന്നത് ഒരു ബാങ്കാണ്. അവിടെയാണ് നമ്മുടെ നായിക ഹായ് വോൺ ജോലി ചെയ്യുന്നത്. അവളെ നമുക്ക് വോൺ എന്ന് വിളിക്കാം. കഴിഞ്ഞ രാത്രി ഒരു പെൺകുട്ടിയെ ആളുകൾ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവുന്നതുപോലെ ഇപ്പോൾ വോണിന്റെ സ്ഥാപനത്തിൽ ലോണിനായി വന്ന ഈ പാവപ്പെട്ട സ്ത്രീയെ സഹായിക്കുന്നത് പോയിട്ട് അവരോട് ചൂടാവുകയാണ് അവൾ. ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്നതിനിടയിൽ വോണിന് ഒരു കോൾ വരുന്നു. അതിനെ തുടർന്ന് അടുത്തുള്ള സ്റ്റാഫിനെ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ച് വോൺ അവിടെ നിന്ന് ഇറങ്ങുന്നു. കാറിൽ പോകുന്ന വഴിയിൽ അവളെ ആരോ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അവൾ ആ കോൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വിളിച്ച സ്ത്രീ പറയുന്നത് നിനക്ക് എപ്പോഴും തിരക്കാണെന്നും ഒരിക്കലും തിരിച്ച് കത്ത് പോലും എഴുതാറില്ല എന്നുമാണ്. നിനക്കൊന്ന് ഇവിടം വരെ വന്നുകൂടെ എന്ന് കോളിലൂടെ ആ സ്ത്രീ പറയുമ്പോൾ ജോലി തിരക്കിലാണെന്ന് പറഞ്ഞ് വോൺ ആ കോൾ കട്ട് ചെയ്യുന്നു. വോൺ ഇപ്പോൾ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടിയെ ആക്രമിച്ച കേസിൽ ഒരു സാക്ഷി എന്ന നിലക്ക് പ്രതിയെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാൻ പോലീസ് അവളെ വിളിപ്പിച്ചിരിക്കുകയാണ്. അവിടെ എത്തുമ്പോൾ ഒരു ചില്ലു കണ്ണാടിക്കപ്പുറം ആ ക്രിമിനൽസിനെ നിർത്തിയാണ് പ്രൊസീജിയർ ചെയ്യുന്നത്. അവൾക്ക് വോണിനെ കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് അവൾ പ്രത്യേകം ഓഫീസേഴ്സിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവർ തന്നെയാണോ ആ കുട്ടിയെ ആക്രമിച്ചത് എന്ന് പോലീസ് ചോദിക്കുമ്പോൾ അവൾ അവരോട് ശരിക്കും കോപ്പറേറ്റ് ചെയ്യുന്നില്ല. അവരുടെ മുഖമൊന്നും വ്യക്തമായി കണ്ടില്ല എന്നാണ് വോൺ മൊഴി കൊടുക്കുന്നത്. അവൾക്ക് ഈ കേസിന് പുറകെ തൂങ്ങാൻ വലിയ താല്പര്യമൊന്നുമില്ല. അത് മനസ്സിലാക്കുന്ന ഒരു ഓഫീസർ അവളോട് ചൂടാകുന്നുണ്ടെങ്കിലും മറ്റൊരു ഓഫീസർ നന്നായി പെരുമാറുന്നു. അപ്പോൾ അവൾ പറയുന്നത് അതിൽ ഒരാളുടെ കയ്യിൽ തലയോട്ടിയുടെ മുഖമുള്ള ഒരു മോതിരം ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു മോതിരം അവരിൽ കാണുന്നതേയില്ല. ആക്ച്വലി അങ്ങനെ ഒരു മോതിരത്തിന്റെ പാടുള്ള മുറിവിനെ കുറിച്ച് ഡോക്ടറും പറഞ്ഞിരുന്നു. പക്ഷേ ഒന്നിലധികം മുറിപ്പാടുകൾ ഉള്ളതുകൊണ്ട് അതിന്റെ രൂപം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് പോലീസുകാരൻ ആ പെൺകുട്ടിയുടെ പരിക്കുകളേറ്റ മുഖത്തിന്റെ ഫോട്ടോ വോണിനെ കാണിക്കുന്നു. അവൾക്ക് അതും കാണാൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എന്തായാലും കേസിന് സഹായിക്കുന്ന കാര്യം എന്തെങ്കിലും ഓർമ്മ വന്നാൽ വിളിക്കണമെന്ന് പറഞ്ഞ് ഓഫീസേഴ്സ് അവളെ പറഞ്ഞയക്കുന്നു. ഇതേസമയം ആ ക്രിമിനൽസ് ആണെങ്കിൽ രക്ഷപ്പെട്ട സന്തോഷത്തിൽ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഒരു വയസ്സായ മനുഷ്യൻ വന്ന് ആ ക്രിമിനൽസിനെ ചീത്ത വിളിക്കുന്നു. അത് ചിലപ്പോൾ ആക്രമിക്കപ്പെട്ട കുട്ടിയുടെ അച്ഛനാവും. അദ്ദേഹം നിങ്ങളെല്ലാം കണ്ടതല്ലേ എന്നും ഇവർ തന്നെയാണ് ചെയ്തതെന്ന് തുറന്നു പറയാനും പറഞ്ഞ് വോണിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അത് കാണുന്ന ഇൻസ്പെക്ടർ വന്ന് അദ്ദേഹത്തെ പിടിച്ചു മാറ്റുമ്പോൾ കാറും എടുത്ത് പോകാൻ തുടങ്ങുന്ന വോണിന്റെ മുൻപിലേക്ക് അവളുടെ കാർ തടഞ്ഞ് അവന്മാർ വരുന്നു. അതിലൊരുത്തൻ അവളോട് മോശമായി പെരുമാറുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു ഇൻസ്പെക്ടർ ഓടി വന്ന് അവന്മാർ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ വോൺ അതിന് ഇല്ല എന്ന് മറുപടിയാണ് കൊടുക്കുന്നത്. കാരണം അവരിൽ ഒരാൾ അവളുടെ കാറിൽ നിന്ന് വോണിന്റെ വിസിറ്റിംഗ് കാർഡ് എടുത്തിരുന്നു. പോരാത്തതിന് അവൾ നേരത്തെ പറഞ്ഞ തലയോട്ടിയുടെ മോതിരവും ഇപ്പോൾ അവന്റെ വിരലിൽ കാണുന്നുണ്ടായിരുന്നു. ഒന്നിനും മടിക്കാത്തവരാണ് അവർ എന്ന് നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ. തിരിച്ച് ഓഫീസിലെത്തുന്ന വോൺ കാണുന്നത് സന്തോഷിച്ചിരിക്കുന്ന മറ്റേ അമ്മച്ചിയായിരുന്നു. കാരണം കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് വോൺ പോയ ഗ്യാപ്പിൽ അമ്മച്ചിക്ക് ലോണൊക്കെ റെഡിയാക്കി കൊടുത്തിരുന്നു. അത് വോണിന് തീരെ പിടിച്ചില്ല. അതിന്റെ പേരിൽ ആ സ്റ്റാഫിനെ പ്രത്യേകം വിളിച്ച് ചൂടാവുകയും വഴക്കു പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം വോൺ ടോയ്ലറ്റിലുള്ളപ്പോൾ പുറത്തൊരു പെങ്ക് ചെരുപ്പിട്ട് ആരോ നടക്കുന്നത് കാണാം. വോൺ അതിന്റെ ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഡോർ ലോക്ക്ഡ് ആയിരുന്നു. അവൾ കുറെ വിളിക്കുന്നുണ്ടെങ്കിലും ആരും വരാത്തതിനെ തുടർന്ന് കുറെ കഷ്ടപ്പെടുന്നു. ഒടുവിൽ മുകളിൽ കയറി പുറത്തു നിന്ന് ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു മോപ്പുള്ളത് കൊണ്ട് അതിന് സാധിക്കുന്നില്ല. പക്ഷേ പെട്ടെന്ന് വോൺ സ്ലിപ്പായി നിലത്ത് വീഴുകയും ഡോർ ഓപ്പൺ ആവുകയും ചെയ്യുന്നു. ജസ്റ്റ് മിസ്സിനെ ചുവരിൽ തലയടിക്കാതെ അവൾ രക്ഷപ്പെട്ടു. ശേഷം ആരാണ് ഡോർ ലോക്ക് ചെയ്തത് എന്നറിയാൻ കലിപ്പായി വോൺ ചെല്ലുമ്പോൾ നേരത്തെ കണ്ട സ്റ്റാഫ് അതേ പിങ്ക് ചെരുപ്പുമിട്ട് വരുന്നത് അവൾ കാണുന്നു. ആ ചെരുപ്പ് കണ്ടതും ഇവളായിരിക്കും അതിന് പിന്നിലെന്ന് കരുതി ആ സ്റ്റാഫിനെ മുഖത്തിനിട്ട് ഒരു അടി പൊട്ടിക്കുമ്പോഴാണ് അതേപോലുള്ള ചെരുപ്പുമിട്ട് അവിടുത്തെ ക്ലീൻ സ്റ്റാഫ് നടക്കുന്നത് ശ്രദ്ധിക്കുന്നത്. നൈസായിട്ട് ആള് മാറിപ്പോയി എന്ന് തിരിച്ചറിയുമ്പോൾ വോണിന്റെ മാനേജർ അവൾക്ക് പണിഷ്മെന്റായി കുറച്ചു നാളത്തേക്ക് സസ്പെൻഷനും കൊടുക്കുന്നു. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തുന്ന വോണിനെ തേടി കുറെ കത്തുകളും വന്നിരുന്നു. പക്ഷേ അതിലുണ്ടായിരുന്ന ഒരാൾ അയച്ച കുറെ കത്തുകൾ അവൾ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുകയാണ്. പിന്നെ ഫുഡും ഡ്രിങ്ക്സും ഒക്കെ
ഒക്കെയായി ഈ അവധി ദിനങ്ങൾ ബോറായി തുടങ്ങുമ്പോൾ അവൾ ഒരിടത്തേക്ക് യാത്ര തിരിക്കുകയാണ്. ആ യാത്ര അവസാനം എത്തി നിൽക്കുന്നത് ഒരു ബോട്ടിലാണ്. ആ ബോട്ടിലുള്ള ആൾ വോണിനോട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് 10 വർഷം മുൻപൊക്കെ ദിവസം 2 തവണ ബോട്ട് പോകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൾ പോകുന്ന മൂഡു ദ്വീപിൽ വെറും 9 പേരേയുള്ളൂ. കൂടാതെ ആരെ കാണാൻ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് അയാൾ ചോദിക്കുമ്പോൾ വോൺ പറയുന്നത് അവളുടെ മുത്തച്ഛൻ അവിടെയാണ് താമസിച്ചിരുന്നത് എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സുക് ഹ്വാങ് കിം എന്നാണ്. അത് കേൾക്കുമ്പോൾ ആ ബോട്ടിലുള്ള ആൾ വോണിനെ തിരിച്ചറിയുന്നു. ആക്ച്വലി അയാൾക്ക് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. അതും പറഞ്ഞ് അയാൾ അവളോട് കുറെ പഞ്ചാര അടിക്കുന്നുണ്ട്. വോൺ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഈ ദ്വീപ് വിട്ടു പോയതാണ്. അവൾ പിന്നീട് പഠിച്ചതും വളർന്നതും എല്ലാം സിയോളിലാണ്. അന്നിവൾക്ക് ഈ ദ്വീപിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരിയാണ് ഇവൾ. ഇവളുടെ പേരാണ് ബോക്നാം. അന്നു മുതൽ തന്റെ കൂട്ടുകാരിയെ കാണാൻ വേണ്ടി വിളിക്കുകയും എഴുതുകയും എല്ലാം ചെയ്യുന്ന നാമിനെ ഇത്രയും നാൾ വോൺ മൈൻഡ് ചെയ്തിരുന്നതേയില്ല. നമ്മൾ നേരത്തെ കണ്ട കത്തുകൾ എഴുതിയതും തിരിച്ചു വരാൻ പറഞ്ഞ് ഫോണിൽ വിളിച്ചതുമെല്ലാം ഈ നാം തന്നെയാണ്. ഇപ്പോൾ വോണിനെ കാണുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റാതെ എക്സൈറ്റഡ് ആകുന്ന നാമിനെ നമുക്ക് കാണാം. ഈ വന്നിരിക്കുന്നത് വോൺ തന്നെയല്ലേ എന്ന് നാം കുറെ തവണ ചോദിക്കുന്നുണ്ട്. അതേ എന്ന് കേൾക്കുമ്പോൾ അവൾ ഒത്തിരി ഹാപ്പിയാവുകയാണ്. ശേഷം വോണിന്റെ ബാഗ് ചുമന്ന് നാം അവളെ ദ്വീപിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ അവിടെ ഉള്ളവരും അത് കണ്ടു വരുന്നുണ്ട്. ആക്ച്വലി ഇവരാണ് ഈ സ്ഥലത്ത് ആകെയുള്ള ആളുകൾ. അവരെല്ലാം ഉരുളക്കിഴങ്ങും തേനുമെല്ലാം കൃഷി ചെയ്ത് ജീവിക്കുന്നവർ ആയതുകൊണ്ട് തന്നെ അവരുടെ നിറവും രൂപവും എല്ലാം വോണിൽ നിന്ന് വ്യത്യസ്തമാണ്. അവർക്കെല്ലാം വോണിനെ കാണുമ്പോൾ കിമ്മിന്റെ കൊച്ചുമകൾ വന്നു എന്ന സന്തോഷമുണ്ട്. ഒപ്പം സിയോളിൽ നിന്നുള്ള വെള്ളം കുടിക്കുന്നത് കൊണ്ടാണോ ഇത്രയും നിറവും സൗന്ദര്യവും ഉള്ളതെന്ന് സംശയം ചോദിക്കുന്നുണ്ട്. ആ പ്രായമായ സ്ത്രീകൾ വോണിന്റെ കയ്യിൽ പിടിക്കുന്നതൊന്നും നാമിന് ഇഷ്ടപ്പെടുന്നില്ല. അവൾ നൈസായി കൈ വിടിയിപ്പിച്ച ശേഷം വോണിന് നാമിന്റെ കെട്ടിയോനെയെല്ലാം പരിചയപ്പെടുത്തുന്നു. ഇതാണ് വോണിന്റെ ഹസ്ബൻഡ് മാൻജോങ്. കൂടെയുള്ളത് അയാളുടെ അനിയൻ ചുൾജോങ്. പക്ഷെ ആണുങ്ങളെ പേരെടുത്ത് വിളിക്കില്ലേ എന്നും ബഹുമാനിക്കാൻ അറിയില്ലേ എന്നും ചോദിച്ച് അവിടെയുള്ള ഒരു സ്ത്രീ നാമിനോട് ചൂടാകുന്നു. അത് വേറെ ആരുമല്ല, അവളുടെ ഭർത്താവിന്റെ അമ്മായിയാണ്. ആ സ്ത്രീയാണെങ്കിൽ വോൺ ഈ നാട്ടിലേക്ക് വന്നത് തീരെ ഇഷ്ടപ്പെടാത്ത പോലെയാണ് സംസാരിക്കുന്നത്. അവധിക്കാലമാകുമ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ ഇവിടെ എന്ത് തേങ്ങയാണ് ഉള്ളതെന്നും ഒരാഴ്ചയ്ക്ക് വേണ്ടി ഇങ്ങോട്ടേക്ക് വന്ന വോണിന്റെ മനസ്സ് ഒറ്റ ദിവസം കൊണ്ട് മാറുമെന്നും ആ സ്ത്രീ പറയുന്നുണ്ട്. അതുപോലെ അവിടെയുള്ള എല്ലാവർക്കും ഈ കിളവയെ പേടിയാണെന്നും നമുക്ക് ഇവരുടെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കാം. അങ്ങനെ അവിടുത്തെ സംസാരത്തിന് ശേഷം വോണിനെ വീട്ടിലാക്കാൻ നാം കൂടെ പോകുമ്പോൾ ബാക്കിയുള്ളവർ അവിടെ മഴയ്ക്ക് മുൻപ് ഉരുളക്കിഴങ്ങ് പറിക്കാൻ കൂടുന്നു. ആ കൂട്ടത്തിലുള്ള ഒരു കിളവനും ആ 2 ആണുങ്ങളും എന്തോ ചവച്ചുകൊണ്ടാണ് അവിടെ നിന്നിരുന്നത്. കിളവനാണെങ്കിൽ കിളിപോയ പോലെയാണ് ഇരിക്കുന്നത്. അവരെന്താണ് ആ ചവക്കുന്നത് എന്ന സംശയം വോൺ നാമിനോട് ചോദിക്കുമ്പോൾ അതിനെ ബോസോ ഇല എന്നാണ് വിളിക്കുന്നതെന്നും കാരണം നിങ്ങൾ ബോസോ ആകുന്നതിന് മുൻപാണ് ഈ ഇല ചവയ്ക്കുക എന്നും അവൾ മറുപടി പറയുന്നു. ഒടുവിൽ അവർ 2 പേരും വോണിന്റെ മുത്തച്ഛന്റെ വീട്ടിലെത്തുന്നു. എല്ലാം പഴയ പോലെയുണ്ട്. പണ്ട് അവർ 2 പേരും ചേർന്ന് അവളുടെ പേര് താഴെ കൊത്തിവെച്ചതും അതുപോലെ മായാതെ കിടക്കുന്നു. വോൺ അത് നോക്കിയിരിക്കുമ്പോൾ അവിടേക്ക് ഒരു കൊച്ചു പെൺകുട്ടി അമ്മേ എന്ന് വിളിച്ചു വരുന്നു. അവളുടെ പേര് ഇയോൺ ഹിക് എന്നാണ്. ഇയോൺ ആണെങ്കിൽ വോൺ അടുത്തേക്ക് വിളിക്കുമ്പോൾ അവളെ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അതുകൊണ്ട് നാം പറയുന്നത് അവൾക്ക് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നറിയില്ല എന്നാണ്. ഇയോണിന് 10 വയസ്സായി. പക്ഷെ ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല. നാമിന് ഇവളെ പഠിക്കാനയക്കണം എന്നുണ്ടെങ്കിലും ഇവരുടെ ഭർത്താവും നേരത്തെ കണ്ട കിളവിയും പറയുന്നത് പെൺകുട്ടികളെ സ്കൂളിൽ അയക്കണ്ട എന്നാണ്. അവരുടെ ചിന്ത പെൺകുട്ടികൾ പഠിച്ചാൽ പിന്നെ അവരെ വിട്ട് പോയി കളയുമെന്നാണ്. പക്ഷെ ഇക്കാലത്ത് എല്ലാവരും ചെറിയ കുട്ടികളെ പോലും നഴ്സറിയിൽ അയക്കുന്നുണ്ട് എന്ന് വോൺ പറയുമ്പോൾ അടുത്ത കൊല്ലം ഇയോണിനെയും സ്കൂളിലേക്ക് അയക്കാൻ പറ്റിയാൽ മതിയായിരുന്നു എന്ന് നാമും പറയുന്നു. അങ്ങനെ ഇയോൺ സ്കൂളിൽ പോയി പുസ്തകങ്ങളെല്ലാം വായിച്ച് എന്ന് തുടങ്ങി എന്തോ അവളെക്കുറിച്ച് പറയാൻ വേണ്ടി നാം ശ്രമിച്ചെങ്കിലും വോൺ അതിന്റെ ഇടയിൽ കയറി ഈ വീടെല്ലാം ഇപ്പോഴും എങ്ങനെയാണ് വൃത്തിയായി ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നാമിന് അവൾ ഉദ്ദേശിച്ച കാര്യം പറയാൻ സാധിക്കുന്നില്ല. വോണിന്റെ മുത്തച്ഛൻ മരിച്ചിട്ട് 15 വർഷമായി. പക്ഷേ ഇപ്പോഴും ഇവിടെയെല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നത് നാം തന്നെയാണ്. അതിന് വോൺ അവളോട് പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. നാം ശരിക്കും പഴയ കൂട്ടുകാരി തിരിച്ചു വന്നതിൽ വലിയ സന്തോഷത്തിലാണ്. അവൾ വോണിന് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവരികയും വോണിന് അവിടെ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് നാമിന്റെ വീടാണ്. അവിടെ നാമും അവളുടെ ഭർത്താവും മകളും ഭർത്താവിന്റെ അനിയനും എല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അതിനിടയിൽ ഭർത്താവും മകളും കൂടി മീനിനെ പിടിക്കാൻ പോകുന്ന കാര്യം പറയുമ്പോൾ നാം അത് കേട്ട് നിങ്ങൾ എപ്പോഴും വെറും കൈയോടെയല്ലേ വരാറ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് അയാൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അയാൾ ആ ടേബിളിൽ ശക്തമായി അടിക്കുമ്പോൾ നാം ഉടനെ വിഷയം മാറ്റുന്നു. അങ്ങനെ അവർ 2 പേരും പറഞ്ഞ പോലെ മീനിനെ പിടിക്കാൻ പോകുമ്പോൾ നാമിന്റെ ഭർത്താവിന്റെ അനിയൻ അവളുടെ മുറിയിലേക്ക് വന്ന് ഫോഴ്സ് ചെയ്ത് ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഭർത്താവും മകളും തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ആ വേദനയൊന്നും പുറത്ത് കാണിക്കാതെ നാം അവളുടെ മകളോട് സ്നേഹത്തോടെ സംസാരിക്കുകയാണ്. പക്ഷേ നാം നേരത്തെ പറഞ്ഞ പോലെ അവർ ഇന്നും ഒരു മീനിനെയും കിട്ടാതെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. എന്തുതന്നെയായാലും അവരുടെ മുറിയിലേക്ക് കയറുന്ന മാൻജോങ്ങിന് അയാളുടെ അനിയൻ ചുൾജോങ് നാമിനോട് ചെയ്ത ക്രൂരതയെല്ലാം മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അവർക്കിടയിൽ അതൊരു സംസാര വിഷയമാകുന്നില്ല. അതൊന്നും മാൻജോങ്ങിന് ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്നും അയാളുടെ അറിവോടെയാണ് എല്ലാം നടക്കുന്നതെന്നും നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. പക്ഷേ നാമിന്റെ വായിൽ നിന്ന് അയാളുടെ കുടുംബത്തെക്കുറിച്ച് മോശമായ ഒരു വാക്ക്
വീണാൽ അവളെ ഉപദ്രവിക്കാനും അയാൾ മടിക്കുകയില്ല. അതൊക്കെ സഹിച്ചാണ് നാം അവിടെ ജീവിക്കുന്നത്. ഇതൊന്നും മനസ്സിലാവാതെ കൊച്ചു ഇയോണും ഇരിക്കുന്നു. അടുത്ത ദിവസം രാവിലെയും അവരെല്ലാം ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. കഴിഞ്ഞ രാത്രി ഉപദ്രവിച്ചവന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന നാമിന്റെ ഗതികേട് അവളുടെ മുഖത്ത് വ്യക്തമാണ്. ഇതിനുശേഷം 2 ജോങ്ങുകളും ചേർന്ന് അമ്മായിയുടെ വീടിന്റെ മേൽക്കൂര ശരിയാക്കാനുള്ള പണിയിലായിരുന്നു. ഒപ്പം അതിനുവേണ്ട സിമന്റ് എല്ലാം കൂട്ടി നാമും കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ അമ്മായിയുടെ കണ്ണിൽ ആണുങ്ങൾ എടുക്കുന്ന പണിക്ക് മാത്രമേ പ്രയാസവും വിലയും ഉള്ളൂ. അവിടെ കൂടി നിന്നിരുന്ന എല്ലാ കിളവികൾക്കും കുടിക്കാനൊക്കെ കൊടുത്ത് അമ്മായി ആണുങ്ങളെ പുകഴ്ത്തി അങ്ങ് പറയുമ്പോൾ കള്ള കിളവികളെല്ലാം ഒപ്പം കൂടുന്നുണ്ട്. അവരുടെ വീട്ടിലും ഇങ്ങനെ ഓരോരോ പണികൾ ചെയ്യാൻ വേണ്ടി വരണമെന്ന് അവരെല്ലാം മാൻജോങ്ങിനോട് പറയുമ്പോൾ നാം അവിടെ ചത്ത് പണിയെടുക്കുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല. പോരാത്തതിന് അമ്മായി നാമിനോട് പറയുന്നത് ഇങ്ങനെ വെറുതെ ഇരിക്കാതെ പോയി ഭക്ഷണം ഉണ്ടാക്കാനാണ്. അത് കേട്ട് കൂട്ടത്തിലുള്ള ബോധമുള്ള ഒരു സ്ത്രീ അവള് തളർന്നിട്ടുണ്ടാകുമെന്നും കുറച്ച് വിശ്രമിച്ചോട്ടെ എന്നും പറയുന്നുണ്ടെങ്കിലും അമ്മായി പറയുന്നത് ആണുങ്ങൾ എടുക്കുന്ന പണി വെച്ച് നോക്കുമ്പോൾ ഇവൾ ചെയ്യുന്നത് ഒന്നുമല്ല എന്നാണ്. കൂടാതെ ഒരാൾ വോണിനെ കുറിച്ച് നാമിനോട് ചോദിക്കുമ്പോൾ അവൾ ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ് എന്ന് കേൾക്കുന്ന അമ്മായിക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അമ്മായിയെ സംബന്ധിച്ചിടത്തോളം പെണ്ണുങ്ങൾ നേരത്തെ എഴുന്നേറ്റ് വീട്ടിലെ പണിയെല്ലാം എടുക്കണം. എന്നാൽ വോണിതുവരെ കല്യാണം പോലും കഴിക്കാതെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത് ഉൾക്കൊള്ളാൻ അവർക്കാവുന്നതേയില്ല. സിയോളിലുള്ള സ്ത്രീകൾ ഇങ്ങനെയൊക്കെയാണെന്നും നാമിനറിയാവുന്ന സിയോളിലെ കാര്യങ്ങൾ കൂടി അവൾ ആവേശത്തോടെ പറയുമ്പോൾ കുറച്ചു ദിവസങ്ങളായി നാമിന്റെ വായിൽ സിയോൾ എന്ന് മാത്രമാണല്ലോ ഉള്ളതെന്ന് അമ്മായി ചൂടായി പറയുന്നു. അങ്ങനെ അവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് നാം നേരെ വരുന്നത് വോണിന്റെ അടുത്തേക്കാണ്. ഇവിടെ വോണിനായുള്ള ഭക്ഷണമെല്ലാം തയ്യാറാക്കി കൊടുക്കുന്നത് നാം തന്നെയായിരുന്നു. അവർ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ചെറുപ്പത്തിൽ ഒരുമിച്ച് കുളത്തിൽ കുളിച്ച ഓർമ്മകളും പങ്കുവയ്ക്കുന്നുണ്ട്. അതുപോലെ ഇന്നത്തെ രാത്രിയും അവിടെ കുളിക്കാനായി പോകാമെന്നവർ പ്ലാൻ ചെയ്യുന്നു. കൂടാതെ വോണിന്റെ തുണിയും നാം തന്നെ കഴുകിക്കോളാമെന്ന് പറഞ്ഞ് അവൾ അതും എടുത്തു പോകുന്നു. ആ ഭംഗിയുള്ള വെള്ള വസ്ത്രം കാണുമ്പോൾ തനിക്ക് ഇതുപോലെ നല്ല ഡ്രസ്സൊന്നും ഇടാൻ പറ്റുന്നില്ലല്ലോ എന്നവൾ ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ട്. വോൺ അവളുടെ കാര്യങ്ങളെല്ലാം സ്വയം ചെയ്തോളാം എന്ന് പറയുന്നുണ്ടെങ്കിലും നാം അതിനെ സമ്മതിക്കാതെ എല്ലാം സ്വയം ഏറ്റെടുക്കുകയാണ്. ഇതിനുശേഷം ഇരുട്ടാകുമ്പോൾ അവർ ഒരുമിച്ച് പാറകൾക്കിടയിലുള്ള ശുദ്ധജലത്തിൽ കുളിക്കുന്നു. അവിടെ വെച്ച് വോണിന്റെ ശരീരത്തിലെ വൃത്തിയും നിറവും എല്ലാം ആശ്ചര്യത്തോടെയാണ് നാം നോക്കുന്നത്. ഒപ്പം അവർ കുട്ടിക്കാലത്തെ ഓർമ്മകളും പങ്കുവെക്കുന്നുണ്ട്. മാത്രമല്ല സിയോളിൽ ഒരുപാട് ചെക്കന്മാർ നിന്റെ പുറകെ വരാറുണ്ടല്ലേ എന്ന് ചോദിച്ച് നാം അവളെ കളിയാക്കുന്നുമുണ്ട്. അങ്ങനെ അവർ ഹാപ്പിയായി അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. അടുത്ത ദിവസം ആ ദ്വീപിലേക്ക് ഒരു പെണ്ണ് ബോട്ടിൽ വരുന്നുണ്ട്. ഇതേ സമയം വോൺ അവിടെയുള്ള സ്ഥലമെല്ലാം കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. അവൾ അവിടെ നടക്കുന്നതിനിടയിൽ എന്തോ ഒരു കണക്ഷൻ പോസ്റ്റ് കാണുമ്പോൾ നാം പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. അതായത് അവർ ബേസ് സ്റ്റേഷനോ മറ്റോ അവിടെ സെറ്റ് ചെയ്യുമ്പോൾ ഫോൺ വർക്ക് ചെയ്യും പോലും. പക്ഷേ അതൊക്കെ ആര് നോക്കാൻ? നിലവിലവിടെ അമ്മായിയുടെ വീട്ടിൽ മാത്രമാണ് ഫോൺ ഉള്ളത്. അതുമോർത്ത് വോൺ അവിടെ നിൽക്കുമ്പോൾ കായലിൽ എന്തോ പണിയെടുക്കുന്ന ആളുകൾ അവളെ കൈ കാണിക്കുന്നു. അത് കാണുന്നതും അവൾ മറ്റൊരിടത്തേക്ക് പോവുകയാണ്. അവിടെ പുല്ലിൽ നിന്ന് ഏതോ ഇല പറിച്ച് കഴിച്ചു നോക്കുന്ന വോണിന്റെ പുറകിലായി ചുൽജോങ്ങിനെ നമുക്ക് കാണാം. ആരോ അവിടെ ഉണ്ട് എന്ന ശബ്ദം കേൾക്കുന്ന വോൺ അവിടെ മണ്ണിനടിയിൽ ഉണ്ടായ പൊട്ടിയ കണ്ണാടിയിൽ നിന്നും ഒരു ചില്ല് കഷ്ണം എടുത്ത് കയ്യിൽ കരുതുന്നു. അപ്പോഴേക്കും അയാൾ അവളുടെ അടുത്തേക്ക് വന്ന് കയ്യിലുള്ള ഇല അവൾക്ക് കഴിക്കാനായി കൊടുക്കുകയാണ്. അതിന് വിചാരിച്ച പോലെയല്ല, നല്ല കയ്പായിരുന്നു. അവൾ അപ്പോൾ തന്നെ അത് തുപ്പിക്കളഞ്ഞു. അതിനുശേഷം അയാൾ അവളുടെ നേർക്ക് വരുമ്പോൾ പേടിച്ച് വോൺ പിന്നിലേക്ക് നടക്കുന്നു. കയ്യിൽ ആ ചില്ല് കഷ്ണവും അമർത്തി പിടിക്കുന്നുണ്ട്. അയാളുടെ ഉദ്ദേശം എന്തു തന്നെയായാലും അപ്പോൾ അവിടേക്ക് ചെറിയച്ച എന്ന് വിളിച്ച് ഇയോൺ വന്ന് അയാൾക്ക് നേരെ പൂക്കൾ നീട്ടുമ്പോൾ അയാൾ അവൾക്ക് നേരെ നീട്ടി തുപ്പിയ ശേഷം വല്ലാത്ത രീതിയിൽ നോക്കി അവിടെ നിന്നും പോവുകയാണ്. ഇയോൺ അതൊന്നും കാര്യമാക്കാതെ അവളുടെ അമ്മയുടെ കൂട്ടുകാരുമായി കമ്പനിയാവുകയാണ്. ഇയോണിന്റെ കയ്യിൽ കുറച്ച് പുസ്തകമുണ്ടായിരുന്നു. അതിൽ സിയോളിനെ പറ്റി പറയുന്ന പുസ്തകം ഒഴിച്ച് ബാക്കിയെല്ലാം അവൾ കളിക്കാനാണ് ഉപയോഗിക്കുന്നത്. അത് കേൾക്കുന്ന വോണിന് കുറച്ച് കൗതുകം തോന്നുന്നുണ്ട്. എന്തായാലും അവർ രണ്ടുപേരും പിന്നീട് നല്ല കൂട്ടുകാരെ പോലെ കളിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും തുടങ്ങി. അവിടെയുള്ള പാറകളിലിരുന്ന് അവർ രണ്ടുപേരും കളിച്ച് അങ്ങനെ ഹാപ്പി ആയിരുന്നു. ഇതേ സമയം ആ ദ്വീപിലേക്ക് നേരത്തെ വന്നിറങ്ങിയ ലേഡിയുള്ളത് നാമിന്റെ വീട്ടിലായിരുന്നു. അവളും നാമിന്റെ ഭർത്താവും ഫിസിക്കൽ റിലേഷനിലാകുമ്പോൾ അതേ വീടിന് വെളിയിലിരുന്ന് ഭക്ഷണം ആർത്തിയോടെ കഴിക്കുകയാണ് നാം. അവൾക്കത് സാധാരണ സംഭവമാണ്. എന്നാൽ അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് വരുന്ന ഇയോണിനെയും വോണിനെയും അകത്തേക്ക് വിടാതെ പറഞ്ഞയക്കുകയാണ് നാം. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ഏറെക്കുറെ വോണിനും മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല അവൾ പിന്നെയും വന്നോ എന്ന് ഇയോണും ദേഷ്യത്തോടെ ചോദിക്കുന്നു. ഇതിനെക്കുറിച്ച് വോൺ നാമിനോട് ചോദിക്കുമ്പോൾ അവൾ അത് ഉഴപ്പി വിടുകയാണ്. ഇതിന്റെ പേരിൽ ഇയോണും നാമും തമ്മിൽ അടിയുണ്ടാകുമ്പോൾ ആ അമ്മായിയും അങ്ങോട്ടേക്ക് വരുന്നു. അവരുടെ മുഖഭാവം കാണുന്നതും നാം വോണിനെയും ഇയോണിനെയും വോണിന്റെ വീട്ടിലേക്ക് നിർബന്ധിച്ച് വിടുകയാണ്. ഇതിനുശേഷം ആ അമ്മായി ഈ വീട്ടിൽ നടക്കുന്ന വൃത്തികേടെല്ലാം വിളിച്ചു പറഞ്ഞ് വളരെ നോർമലായിട്ടാണ് നാമിനോട് സംസാരിക്കുന്നത്. മാത്രമല്ല നാം അവിടെ ഇരുന്നുള്ള ഭക്ഷണമെല്ലാം കഴിക്കുമ്പോൾ ആ കിളവി അവളെ ചീത്ത പറയുന്നുമുണ്ട്. പിന്നീട് വീട്ടിലേക്ക് വരുന്ന ഇയോൺ വീടിന് മുൻപിൽ ആ സ്ത്രീ ഇരുന്ന് മേക്കപ്പ് ചെയ്യുന്നത് കാണുമ്പോൾ ആ പെണ്ണ് മോശമായ രീതിയിൽ ജീവിക്കുന്നതാണെന്ന് അറിയാവുന്നതുകൊണ്ടും ഇയോണിന് അവളെ ഒട്ടും ഇഷ്ടമല്ലാത്തത് കൊണ്ടും അവളുടെ തലക്കിട്ട് ഒരടി കൊടുത്ത് അകത്തേക്ക് അവൾ ഓടിപ്പോകുന്നു. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ തന്നോട് ക്ഷമിക്കണമെന്നാണ് അവൾ നാമിനോട് പറയുന്നത്. അവൾക്കും വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കാരണം അവളുടെ റേറ്റിനേക്കാളും 3 ഇരട്ടി പണമായിരുന്നു അയാൾ ബോസിന് കൊടുത്തത്. അവൾ അവളുടെ ജോലിയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്ന നാം അവളോട് ഫ്രണ്ട്ലി
ഫ്രണ്ട്ലി ആയാണ് സംസാരിക്കുന്നത്. അവർ അങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ ഈ അവസ്ഥയിൽ ഇവിടെ നിൽക്കുന്നതിലും ഭേദം ഓടിപ്പോകുന്നതാണ് നല്ലത് എന്നാണ് അവൾ നാമിനോട് പറയുന്നത്. പക്ഷേ അതിനു ശ്രമിച്ചാൽ നാമിനെ അവളുടെ ഭർത്താവ് കൊന്നുകളയും. എന്നാൽ സിയോളിലേക്ക് പോയാൽ എല്ലാം ശരിയാവുമെന്ന് അവൾ പറയുമ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് പോകാമെന്നും സിയോളിൽ ഏതെങ്കിലും ഹോട്ടലിൽ പണിയെടുത്താലും നന്നായി ജീവിക്കാമെന്നും അവൾ കൂട്ടിച്ചേർക്കുന്നു. ഇതിന് മറുപടിയായി നാം പറയുന്നത് ഇയോണിന് അവളുടെ അച്ഛനെ ഇപ്പോൾ ആവശ്യമാണ് എന്നാണ്. അച്ഛനില്ലാതെ ഞാൻ നന്നായി വളർന്നില്ല എന്ന് അവൾ പറയുമ്പോൾ നാം അവളെ ശരിക്കും കളിയാക്കി വിടുന്നു. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണല്ലോ അവൾ വളർന്നത്. അങ്ങനെ അവൾ പോയ ശേഷം തേനെടുക്കുന്ന ജോലിയിലായിരുന്നു നാം. അവൾ തേനീച്ചകൾക്കിടയിൽ സൂക്ഷ്മമായി ജോലിയെടുക്കുമ്പോൾ നാമിന്റെ ഭർത്താവ് മാൻജോങ് അവളോട് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അവൾ അത് ശ്രദ്ധിക്കാതെ ജോലി ചെയ്യുമ്പോൾ അയാൾ അവിടെയുള്ള ഒരു കല്ലെടുത്ത് ആ തേനീച്ചയുടെ ബോക്സിലേക്ക് എറിയുന്നു. അങ്ങനെ ആ തേനീച്ചകളെല്ലാം ഇളകി കൂട്ടം ചേർന്ന് നാമിനെ ഉപദ്രവിക്കുകയാണ്. അവൾ അതിന്റെ ഇടയിൽ നിന്നും രക്ഷപ്പെടാനായി ഓടുമ്പോഴും അയാൾ അവളെ ചീത്ത വിളിച്ച് അവിടെ തന്നെ ഇരിക്കുന്നു. ശേഷം വീട്ടിൽ വന്ന് അയാൾ ഭക്ഷണമെല്ലാം കഴിച്ച് സുഖമായി കിടക്കുമ്പോൾ അവൾ തേനീച്ചയെല്ലാം കുത്തിയ വേദനയിൽ അവിടെ വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ട് ഇഷ്ടപ്പെടാതെ അയാൾ അവളുടെ വേദനയൊന്നും നോക്കാതെ ബാക്കിയുള്ള തേനും കൂടി എടുക്കാൻ നിർബന്ധിക്കുന്നു. പുകച്ചിലൊന്ന് കുറഞ്ഞിട്ട് പോകാമെന്ന് നാം പറയുമ്പോൾ അതിനും അവളെ ചീത്ത പറഞ്ഞ് ഒരു തടിക്കഷ്ണം എറിഞ്ഞ് അവളെ വീഴ്ത്തിയ ശേഷം മുറിവിന് മുകളിൽ ബീൻ പേസ്റ്റ് പുരട്ടെ എന്ന് പറഞ്ഞ് അയാൾ പോവുകയാണ്. അതിനുശേഷം നാം നേരെ പോകുന്നത് വോണിന്റെ വീട്ടിലേക്കാണ്. വോൺ അവിടെ യോഗയെല്ലാം ചെയ്ത് നിൽക്കുമ്പോൾ കാണുന്നത് തേനീച്ച കുത്തിയ പാടുകളുമായി വരുന്ന നാമിനെയാണ്. അതിനെക്കുറിച്ചും കഴിഞ്ഞ ദിവസം മാൻജോങ് സ്വന്തം ഭാര്യയുടെ മുന്നിൽ അവളുടെ മുറിയിൽ മറ്റൊരു സ്ത്രീയുമായി ഫിസിക്കൽ റിലേഷൻ ആയതിനെക്കുറിച്ചുമെല്ലാം വോൺ നാമിനോട് ചോദിക്കുന്നു. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാൻ നാം താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഇത്രയും നാൾ നാം വോണിന്റെ കാര്യങ്ങളും ശ്രദ്ധിച്ച് കൂടെ നിന്നത് അവൾ നാമിനെയും കൂടെ സിയോളിലേക്ക് കൊണ്ടുപോകും എന്ന് കരുതിയാണ്. എന്നാൽ അതിന്റെ ലക്ഷണമൊന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്ന് നാം ചോദിക്കുമ്പോൾ വോൺ പറയുന്നത് നിനക്ക് മറ്റൊരാളുടെ സംരക്ഷണം ആവശ്യമുണ്ടോ എന്നാണ്. മാത്രമല്ല സ്വയം സംരക്ഷിക്കാൻ പഠിക്കണമെന്ന് അവൾ പറയുമ്പോൾ ഒരു വിദ്വേഷവും കൂടാതെ നാം വോണിന്റെ കൂടെ ചിരിച്ച് യോഗ ചെയ്യാൻ കൂടുകയാണ്. പോരാത്തതിന് കുറച്ചു നേരം സമാധാനത്തോടെ വോണിന്റെ മുഖത്തിനോട് ചേർന്ന് അവിടെ കിടക്കുകയാണ് നാം. അവളുടെ സന്തോഷം വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേയുള്ളൂ. കുറച്ച് ഹാപ്പിയായി വീട്ടിലേക്ക് വന്ന് അഴയിലെ തുണികളെല്ലാം എടുക്കുന്ന കൂട്ടത്തിൽ മുൻപ് അവിടെ ഇല്ലാതിരുന്ന ഒരു ഇന്നർ വെയർ നാം കാണുന്നു. അത് അവളുടെ മകൾ ഇയോണിന്റേതായിരുന്നു. അത് കണ്ട് പന്തികേട് തോന്നി വീടിനുള്ളിലേക്ക് കയറുന്ന നാം കാണുന്നത് മുഖത്ത് മേക്കപ്പ് എല്ലാം ഇടാൻ ശ്രമിക്കുന്ന ഇയോണിനെയാണ്. എന്താണ് ചെയ്യുന്നതെന്ന് നാം ചോദിക്കുമ്പോൾ ഇയോൺ പറയുന്നത് അവൾ അച്ഛനെ ഇഷ്ടപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നാണ്. എന്നാൽ ഇങ്ങനെയല്ല അച്ഛനെ ഇഷ്ടപ്പെടുത്താൻ ശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞ് നാം കുട്ടിയോട് ചൂടാകുന്നു. മാത്രമല്ല ഈ മേക്കപ്പ് സാധനങ്ങളെല്ലാം മറ്റേ പെണ്ണിന്റെ ബാഗിൽ നിന്നും മോഷ്ടിച്ചതാണോ എന്ന് ചോദിച്ച് നാം ഇയോണിനെ തല്ലാൻ പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് ഇയോൺ പറയുന്നത് അത് അവൾക്ക് അച്ഛൻ തന്നെ കൊടുത്തതാണ് എന്നാണ്. അത് കേട്ടതും നാം കുട്ടിയോട് ചൂടാകുമ്പോൾ അവിടേക്ക് മാൻജോങ് വരുന്നു. അപ്പോൾ നാം കയ്യിലുണ്ടായിരുന്ന ഇന്നർ ഒളിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും മാൻജോങ് വന്നയുടനെ നാമിനെ ചവിട്ടി മാറ്റിയ ശേഷം ഈ അലക്കിയ തുണിയൊക്കെ എന്തിനാ നിലത്തിട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ശേഷം ഈ മേക്കപ്പ് സാധനങ്ങളെ കുറിച്ചാണോ വഴക്ക് എന്ന് ചോദിച്ച് അയാൾ ഒച്ചയെടുക്കുന്നു. അത് മുഴുവൻ നീയെടുത്തോ എന്നും കൊച്ചിന് വേറെ വാങ്ങിക്കോളാം എന്നും പറഞ്ഞ് അയാൾ അവളോട് ചൂടായ ശേഷം ഇയോണിനെ എടുത്ത് അയാൾ ആശ്വസിപ്പിക്കുന്നു. എന്നാൽ അയാൾ ആ കുട്ടിയുടെ ദേഹത്ത് സ്പർശിക്കുന്ന രീതി വളരെയധികം മോശമായിരുന്നു. അയാളുടെ മനസ്സിലെ ഉദ്ദേശം മനസ്സിലാക്കുന്ന നാമിന് ഒരു വാളെടുത്ത് അയാളെ വെട്ടണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും മകളുടെ മുഖം കാണുമ്പോൾ അവൾക്കതിന് സാധിക്കുന്നില്ല. ഇതേ സമയം അടുത്ത ബോട്ടിൽ തിരിച്ചു പോകാനായി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുകയായിരുന്നു വോൺ. അവളുടെ വീട്ടിലേക്ക് അപ്പോൾ നാം വരുമ്പോൾ നല്ലൊരു അവധിക്കാലം തന്നതിന് അവളോട് വോൺ പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. മാത്രമല്ല പുതിയൊരാളായിട്ടാണ് സിയോളിലേക്ക് മടങ്ങുന്നതെന്നും പറഞ്ഞ് തിരിഞ്ഞിരിക്കുന്ന നാമിനെ ഹഗ് ചെയ്യുന്നു. ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നോട്ടെ എന്നും വോൺ അപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നാം തിരിയുമ്പോൾ അവളുടെ മുഖത്തെ ചുവന്ന നിറത്തിലെ നെയിൽ പോളിഷ് എല്ലാം കണ്ട് വോൺ ഒരു നിമിഷം അത് ചോരയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ചോരയല്ല എന്ന് മാത്രമാണ് നാം അവളോട് പറയുന്നത്. എന്നാൽ ഇവിടെ എന്തൊക്കെയാണ് ശരിക്കും നടക്കുന്നതെന്നറിയാൻ വോണിന് താല്പര്യമുണ്ടെങ്കിലും നാം അതൊന്നും പറയുന്നതേയില്ല. അവൾ വോണിനോട് ചോദിക്കുന്നത് സിയോളിൽ പോകുമ്പോൾ നാമിനെയും മകളെയും കൊണ്ടുപോകുമോ എന്ന് മാത്രമാണ്. അതിന് മറുപടിയായി വോൺ ചോദിക്കുന്നത് നിനക്ക് തനിച്ചു പോയിക്കൂടെ എന്നുമാണ്. എന്നാൽ ഈ ദ്വീപിൽ ഒരു പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ കിടക്കുന്ന നാമിന് പട്ടണത്തിലെ ജീവിത രീതിയൊന്നും അറിയില്ലല്ലോ. അതിന് മറുപടിയായി വോൺ പറയുന്നത് ഭീതിയുടെ കാര്യത്തിൽ സിയോളും ഇവിടെയുമൊക്കെ ഒരുപോലെയാണ് എന്നാണ്. പക്ഷേ 15 വർഷം മുൻപ് അവർ ചെറുതായിരുന്നപ്പോഴേ നാമിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്ന് വോൺ വാക്കുകൊടുത്തിരുന്നു. എന്നാൽ ഒരു രീതിയിലും അവരെ കൊണ്ടുപോകാൻ വോൺ സമ്മതിക്കുന്നില്ല. അവൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞു അതിൽ നിന്ന് ഒഴിവാകുമ്പോൾ ഇയോണിനെ എങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ നാം അപേക്ഷിക്കുന്നു. അതെന്തിനാണ് എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ നാം തയ്യാറായിരുന്നില്ല. ഇപ്പോൾ മകളുടെ ഭാവി മാത്രമായിരുന്നു നാമിന്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ അവളെ കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും നാം വോണിനെ വിളിക്കുകയോ കത്തെഴുതി ശല്യം ചെയ്യുകയോ ഇല്ല എന്നവൾ വാക്ക് കൊടുക്കുന്നു. വോണാണെങ്കിൽ കാര്യമറിയാതെ അവളെ സഹായിക്കാനും തയ്യാറാകുന്നില്ല. അവസാനം വേറെ നിവൃത്തിയില്ലാതെ നാമിന്റെ ഭർത്താവ് ഇയോണിനെ ഉപദ്രവിക്കുമെന്ന് നാമിന് പേടിയുള്ള കാര്യം അവൾ എങ്ങനെയൊക്കെയോ പറയാൻ ശ്രമിക്കുമ്പോൾ നാമിന് സിയോളിൽ പോകാനായി ഈ രീതിയിൽ കള്ളം പറയുകയാണ്
എന്നുള്ള അമർഷം കാണിച്ച് വോൺ എഴുന്നേറ്റ് പോകുന്നു. എത്ര പറഞ്ഞിട്ടും സ്വന്തം കൂട്ടുകാരിയെ വിശ്വസിക്കാൻ വോൺ തയ്യാറായില്ല. എന്നാൽ ഇതെല്ലാം കേട്ട് ദ്വീപിലെ ഒരു സ്ത്രീ ആ വീടിന് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. ഇതൊന്നും അറിയാതെ തന്നെ വിശ്വാസമില്ലാത്ത കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് നാമും അപ്പോൾ പോയി. അതിനുശേഷം വോണിന് നാം പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് സംശയമായി. രാവിലെ ആയപ്പോൾ അവൾ നേരെ ചെന്നത് ഇയോണിന്റെ അടുത്താണ്. അവൾ ഒരു വലിയ പാറയുടെ മുകളിൽ ഇരിക്കുകയായിരുന്നു. അവിടെ വെച്ച് വോൺ കുട്ടിയോട് സംസാരിക്കുമ്പോൾ അവൾക്ക് സംശയം കൂടിക്കൂടി വന്നു. പക്ഷെ അപ്പോഴേക്കും കഴിഞ്ഞ രാത്രി ഒളിച്ചു നിന്ന് അവരുടെ സംസാരം കേട്ട സ്ത്രീ അമ്മായിയുമായി അവിടേക്ക് വന്നു. അവർ വോണിനെ കൂടുതലായി സംസാരിക്കാൻ അനുവദിച്ചില്ല. പോരാത്തതിന് ഇയോണിന്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകം കായലിലേക്ക് ഇട്ട ശേഷം കുട്ടിയെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ അമ്മായി ആ സ്ത്രീയോട് പറഞ്ഞു. ഒപ്പം ആ കിളവി കൂടുതൽ ഡിറ്റക്റ്റീവ് കളിക്കാതെ അടുത്ത ബോട്ടിൽ കയറി സ്ഥലം വിടാൻ വോണിനെ ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. കള്ളക്കിളവിയാണെങ്കിൽ അവരുടെ ദുഷ്ട സ്വഭാവം മറയ്ക്കാനായി നാമിനെയാണ് മോശക്കാരിയാക്കുന്നത്. നാം കള്ളം പറയുന്നതാണെന്ന് കിളവി പറയുമ്പോൾ വോൺ പറയുന്നത് എന്നാൽ അത് പോലീസ് തെളിയിക്കട്ടെ എന്നായിരുന്നു. അപ്പോഴാണ് അമ്മായി ആ സത്യം വെളിപ്പെടുത്തുന്നത്. അതായത് ശരിക്കും ഇയോൺ മാൻജോങ്ങിന്റെ മകളല്ല. കൂടുതലൊന്നും ചെയ്യാൻ നിൽക്കാതെ ഇവിടെ നിന്ന് പൊയ്ക്കോളൻ അവർ വോണിനോട് പറയുന്നു. അതിനുശേഷം നമ്മൾ നാമിനെ കാണുമ്പോൾ അവൾ ഉറങ്ങിക്കിടന്നിരുന്ന മാൻജോങ്ങിന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പണവും ഫോൺ ഇരിക്കുന്ന ഷെൽഫിന്റെ താക്കോലും അടിച്ചു മാറ്റുന്നു. ശേഷം ആ ഫോണിൽ വിളിക്കുന്നത് മുൻപ് അവളുടെ വീട്ടിൽ മാൻജോങ്ങിന് വേണ്ടി വന്ന ഒരു പെണ്ണിലെ അവളെയാണ്. അവളുടെ പേരാണ് മിരാൻ. അന്ന് അവൾ ഒരുമിച്ച് സിയോളിലേക്ക് പോകാമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇപ്പോഴത് സീരിയസ് ആയി എടുത്ത് നാം മിരാനോട് പ്ലാൻ വിളിച്ച് പറയുന്നു. നേരം വെളുക്കാറാകുമ്പോഴേക്കും പ്ലാൻ അനുസരിച്ച് ഇയോണിനെയും കൊണ്ട് നാം വീട്ടിൽ നിന്നിറങ്ങുന്നു. മാൻജോങ് ഉറങ്ങുകയല്ലേ എന്നുറപ്പിക്കാൻ അവൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് അയാൾ കണ്ണു തുറന്ന് കിടക്കുന്ന പോലെ അവളുടെ പേടിയിൽ തോന്നുന്നുണ്ടെങ്കിലും അയാൾ ശരിക്കും നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ കൊച്ചിനെയും എടുത്ത് അവൾ പോകാനായി ഒരുങ്ങുമ്പോൾ ഇയോൺ ഉറങ്ങണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയായിരുന്നു. പോകുന്ന വഴിയിലെല്ലാം ഓരോ ചോദ്യം ചോദിച്ച് അവർ തമ്മിൽ വാഗ്വാദം ഉണ്ടാകുന്നുണ്ടെങ്കിലും അവർ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ അമ്മയുടെ ജീവിതകാലം മുഴുവൻ അടികിട്ടുന്നത് സഹിക്കാൻ പറ്റാതെ ഇയോൺ സന്തോഷത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കി അമ്മയുടെ ഒപ്പം പോകുന്നു. ഒടുവിൽ അവർ രണ്ടുപേരും ബോട്ടിനടുത്തേക്ക് എത്തുമ്പോൾ മിരാൻ വന്നത് ഇതിനു മുൻപ് ഈ ദ്വീപിലേക്ക് വന്ന അതേ ബോട്ടിലായിരുന്നു. ആക്ച്വലി ഈ ബോട്ട് ഡ്രൈവർ മാൻജോങ്ങിന്റെ എല്ലാം ആളായതുകൊണ്ട് ഇവന്റെ ബോട്ടിൽ വരണ്ട എന്ന് നാം അവളോട് പ്രത്യേകം പറഞ്ഞിരുന്നു. പക്ഷേ ഈ സമയത്ത് വേറെ ആരും ഇവിടേക്ക് വരില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ഈ മന്ദബുദ്ധിയെ മാത്രമാണോ കിട്ടിയത് എന്ന് ഇയോണും കളിയാക്കുന്നുണ്ട്. എന്നാൽ അയാൾ പറയുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിൽ അയാൾ ശ്രദ്ധിക്കാറില്ല എന്നും പേടിക്കേണ്ട എന്നുമാണ്. അയാൾക്ക് ആവശ്യത്തിന് പണം കൊടുത്താൽ മതിയെന്ന് പറയുമ്പോൾ നാം മാൻജോങ്ങിന്റെ പോക്കറ്റിൽ നിന്നെടുത്ത പണം അയാൾക്ക് കൊടുക്കുന്നു. അപ്പോഴേക്കും അവിടെ മാൻജോങ് എത്തിയിരുന്നു. അത് കണ്ട് അവരെല്ലാം പേടിച്ച് വേഗം പോകാമെന്ന് പറഞ്ഞ് ബോട്ടിൽ കയറുന്നു. അപ്പോൾ കഥ ഇങ്ങനെ പറഞ്ഞ് ആദ്യ പകുതി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ട്വിസ്റ്റും ത്രില്ലും ഒക്കെയുള്ള രണ്ടാം പകുതി കാണാൻ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക.